ഇന്ന് സ്റ്റാർസ് ഓൺ എയറിൽ ഞാൻ കുറച്ചധികം നെർവസ് ആണ്. കാരണം എന്റെ കൂടെ ഇവിടെ ജോയിൻ ചെയ്തിരിക്കുന്നത് ഒരു ലെജൻഡ് തന്നെയാണ് കേട്ടോ. ഇന്ന് സ്റ്റാർസ് ഓൺ എയറിൽ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് മ്യൂസിക് കമ്പോസർ, പ്ലേ ബാക്ക് സിംഗർ, ദ ലെജൻഡ് ഹിംസെൽഫ് വിദ്യാധരൻ മാസ്റ്റർ ആണ്. മാസ്റ്റർ അടുത്ത് സംസാരിക്കുന്നതിന് വളരെയധികം സന്തോഷവും അഭിമാനവും ടെൻഷനും ഒക്കെ ഉണ്ട്. കാരണം ഇത്രയും വലിയൊരു ലെജൻഡ് അടുത്ത് സംസാരിക്കാൻ പറ്റിയതിന് തന്നെ താങ്ക് യു സോ മച്ച് മാസ്റ്റർ, സമയം തന്നതിന്. അപ്പൊ മാസ്റ്റർ ആദ്യം തന്നെ ഒരു വലിയ കൺഗ്രാറ്റുലേഷൻ. അങ്ങനെ ഒരു കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് ഫോർ ദ ബെസ്റ്റ് പ്ലേ ബാക്ക് സിംഗർ കിട്ടിയിരിക്കുകയാണ്. ജനനം 1947 എന്ന് പറയുന്ന സിനിമയാണ്. ചാൾസ് വിളിച്ചിരുന്നോ ഈ അവാർഡ് കിട്ടിയതിനു ശേഷം? മാസ്റ്ററിനെ വിളിച്ചിരുന്നോ ചാൾസ്? പിന്നെ ചാൾസ് വിളിച്ചിരുന്നു, എനിക്ക് പറ്റില്ല. പിന്നെ ഞാൻ അങ്ങോട്ട് വിളിച്ചു. അനിലിനെ വിളിച്ചു, എഴുതിയാളും വിളിച്ചു. അതെ, അടിപൊളി അടിപൊളി. അവര് ചെട്ടി, അവർക്ക് പറയുന്നത് അറിയില്ലേ. എനിക്കറിയില്ല ഇത് എന്താണെന്ന്, എനിക്കറിയില്ല ഏത് പാട്ടാന്ന് അറിയില്ല. കുറെ കാലം ഇതിന് നിരവധി ആൾക്കാർ പാടിച്ചോട്ടിരിക്കുക. 10 മിനിറ്റ് പാട്ട്, ലവ് യു മുത്ത ലവ് യു, അതേമാതിരി ഒരുപാട് പാട്ടുണ്ട് പാടുന്നത്. അപ്പൊ ഏതാന്ന് ഒരു പടിയില്ല. ഏതിനാ കിട്ടിയെന്ന് പോലും മനസ്സിലായില്ല അല്ലേ മാസ്റ്റർ? ഇല്ല ഇല്ല. പിന്നെ പാട്ട് അവരെനിക്ക് ചാലുകാരൊക്കെ തന്നു. നാശമുണ്ട്. അപ്പൊ ശരി. ആ പാട്ടിന്റെ ഒരു 2 വരി നമുക്ക് വേണ്ടി പാടി തരാൻ പറ്റുമോ ഇപ്പോ? ഇല്ല, പാട്ടിന്റെ വരി അറിയട്ടെ. വരി അറിഞ്ഞാലല്ലേ പാടാൻ പറ്റുള്ളൂ അല്ലേ മാസ്റ്റർ? അപ്പൊ ഇത് കൊറേ നാളായോ പാടിയിട്ട്? 1.5 കൊല്ലം കഴിഞ്ഞു. ഓ, വരികളൊന്നും അറിയില്ല മോളെ. വയസ്സായിട്ട് ഒരാളുണ്ട്. അയ്യോ, അങ്ങനെയൊന്നും ഇല്ല മാസ്റ്റർ, ഇപ്പോഴും യങ്ങല്ലേ? അതെ, അതാണ് ഇപ്പൊ തന്ന അവാർഡ്. പാട്ടുകാരായിട്ട് 10-15 കൊല്ലം സംഗീതം ചെയ്ത് നടന്നിട്ട് ഇപ്പൊ 48 കൊല്ലമായിട്ട് സിനിമ തുടങ്ങി. എന്നിട്ട് ഇത്ര പാട്ട് നോക്കിയിട്ട് എനിക്ക് സംഗീത സംവിധായകന്റെ അവാർഡ് തരാതെ അതൊന്നും തന്നിട്ടില്ല. കുറെ മാറ്റി വെച്ച് വേറെ ആൾക്കാർ വിളിക്കട്ടെ. എന്നിട്ട് പാട്ടുകാരനായിട്ട് വന്നു. ആയിക്കോട്ടെ, നമ്മളത് കിട്ടുന്നോ അല്ലെങ്കിൽ കിട്ടിയില്ലല്ലോ എന്നുള്ള ദുഃഖമുള്ള ആളല്ല. ആ തരം ചിന്തിക്കില്ല. തീർച്ചയായിട്ടും. പാട്ട്, അതാണ് പാട്ട്. അടിപൊളി അടിപൊളി മാസ്റ്റർ. മാസ്റ്റർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എനിക്കൊന്ന് ഓൾമോസ്റ്റ് 70ഓളം വർഷങ്ങളായിട്ട് ഈ ഒരു ഫീൽഡിലുള്ള ആളാണ്. അപ്പൊ താങ്കൾ ശരിക്കും അല്ലേ 70+ ഇയേഴ്സ് ആയി. 65 വയസ്സിലൊക്കെ പാട്ടുണ്ടാക്കി കാണുമ്പോ ഞാൻ ഉണ്ടാക്കിയ പാട്ടാ പാടിക്കാൻ. അതെ അതെ, തീർച്ചയായിട്ടും. മാസ്റ്റർ ശരിക്കും പാട്ടിന്റെ ഒരു എവല്യൂഷൻ കണ്ടുവന്ന ആളാണ്. പാട്ട് ഇപ്പൊ ടെക്നോളജി മാറുന്ന അനുസരിച്ച് പാട്ട് മാറിയതൊക്കെ കണ്ടുവന്നിട്ടുള്ള ഒരാളും കൂടെ തന്നെയല്ലേ? പിന്നെ അത് നല്ല രീതിയിൽ സിനിമയില് 2-3 ദിവസം പാട്ട് പഠിച്ച് ചർച്ച ചെയ്ത് എഴുതി പാട്ടുണ്ടാക്കി അതിൽ ട്യൂൺ എന്താ വേണ്ടത് മൂടനുസരിച്ചുള്ള സംഗീതം ചെയ്ത് ഓർക്കസ്ട്രക്കാരെത്തി പഠിപ്പിച്ച് ടീംസ് ഒക്കെ എടുത്ത് വായിച്ച് പാട്ടുകാരനെ പാടിച്ച് റെക്കോർഡിങ്ങിന് പോവാ. അവിടെ പോയിട്ട് പിന്നെ റിഹേഴ്സൽ ചെയ്തിട്ട് പെർഫെക്റ്റ് ആയിട്ടാണ് ടേക്ക് പോവാ. അപ്പൊ അതിനുള്ളിൽ 4 മിനിറ്റ് 3 മിനിറ്റിനുള്ളിൽ ഒരാൾ എന്തെങ്കിലും ഡിസ്കോഡ് എന്തെങ്കിലും വായിച്ച് അപ്പൊ എന്താത് ആവർത്തിക്കണം. ഇന്നത് വേണ്ട, ആ തെറ്റിയ ഭാഗം ഫില്ല് ചെയ്താൽ മതി. അക്ഷരാണെങ്കിൽ അക്ഷരം തെറ്റി അക്ഷരം മാറ്റി റിമൂവ് ചെയ്ത് വായിക്കാം. അതാണല്ലോ പ്രത്യേകതകളെ. അത് നല്ല മറ്റു ആ കാലത്ത് നമ്മള് ഞാനൊക്കെ പാടുന്ന സമയത്തൊക്കെ റിഹേഴ്സൽ അറ്റൻഡ് ചെയ്ത് റിഹേഴ്സൽ ചെയ്തിട്ടാണ് സ്റ്റുഡിയോയിൽ പോവാ. ഒന്നും തെറ്റാൻ പാടില്ല. തെറ്റിയാലുണ്ടാവും ആവർത്തിക്കണം. അങ്ങനെയായിരുന്നു കുട്ടിയെ അന്ധകാലം. മാസ്റ്ററിന്റെ ഓരോ പാട്ടുകളും നമുക്ക് തീർച്ചയായിട്ടും വളരെ ഇഷ്ടമുള്ളത് തന്നെയാണ്. എന്നാൽ എനിക്ക് പേഴ്സണൽ ഒരു റിക്വസ്റ്റ് ഇപ്പൊ ഞാൻ ചോദിക്കാൻ പോവാണ്. മാസ്റ്റർ 1987 അച്ചുവേട്ടന്റെ വീട് എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് കമ്പോസ് ചെയ്ത് ചന്ദനം മണക്കുന്ന എന്ന് പറഞ്ഞ പാട്ടിൽ ഇതിന്റെ മെയിൽ വേർഷൻ പാടിയിരിക്കുന്നത് ദാസേട്ടനും ആൻഡ് ഫീമെയിൽ വേർഷൻ പാടിയിരിക്കുന്നത് നമുക്കറിയാവുന്ന പോലെ തന്നെ ചിത്ര ചേച്ചിയാണ്. അപ്പൊ ഈ പാട്ടിന്റെ ഒരു 2 വരി പാടിത്തരാമോ മാസ്റ്റർ? ചന്ദനം മണക്കുന്ന പൂന്തോട്ടം, ചന്ദ്രിക മെഴുകിയ മണിമുറ്റം, മരത്തമ്പിളി നിലവിളക്ക്, ഉച്ചത്തിൽ സന്ധ്യയ്ക്കു നാമജപം, ഹരിനാമജപം, അച്യുതം കേശവം രാമനാരായണം കൃഷ്ണദാമോദരം വാസുദേവം ഭജേ, അച്യുതം കേശവം രാമനാരായണം കൃഷ്ണദാമോദരം വാസുദേവം ഭജേ, ചന്ദനം മണക്കുന്ന പൂന്തോ.
എന്ത് രസം. താങ്ക് യു മാസ്റ്റർ. 2004 ഇറങ്ങിയ ഒരു പാട്ട്, ഈ ഒരു പാട്ട് കേട്ടിട്ട് എല്ലാവരുടെയും ചോദ്യം ഇത് ശരിക്കും വിദ്യാധരൻ മാസ്റ്റർ പാടിയതായിരുന്നു എന്ന് പറഞ്ഞിട്ട് വിശ്വസിക്കാനേ പറ്റുന്നില്ലായിരുന്നു പലർക്കും, അല്ലേ? അങ്ങനെ കുറെ പാട്ടുകളുണ്ട്. എനിക്കിന്ന് ചോദിച്ചാറില്ല, ചോദിക്കുന്നത് പാട്ടും പാടുകയും അത് കഴിഞ്ഞ് വേറെ നോക്കുകയും ചെയ്യാതെ കാത്തിരിക്കുന്ന പണിയില്ല. അടുത്തതിലോട്ട് പോവാണ് പിന്നെ. അയ്യോ ഇത് കഴിഞ്ഞു, പിന്നെ വേറെ ചാപ്റ്റർ. ഇതായിട്ട് ബന്ധമില്ല. പിന്നെ ഇത് കേട്ടിരിക്കുന്ന സംഭവം അങ്ങനെ ഒന്നും ചെയ്തുകൊണ്ടേയിരിക്കുന്നു, പാടിക്കൊണ്ടിരിക്കുന്നു, പോവല്ലേ. തീർച്ചയായിട്ടും. എത്ര കാലമായിട്ട് അങ്ങനെ. മാസ്റ്റർ ഒരു മ്യൂസിക് ഡയറക്ടർ ആയിട്ട് മറ്റൊരു മ്യൂസിക് ഡയറക്ടറിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ് ശരിക്കും? അല്ല, അതിപ്പോ ആരാണെങ്കിലും ഇപ്പോ സീനിയർ മോസ്റ്റ് ഞാനായതുകൊണ്ട് എല്ലാവരും ഇപ്പൊ എന്നേക്കാൾ മേലെ ഓടി രംഗത്തില്ല. അപ്പൊ അവർക്ക് വന്ന് ചാക്കളൊക്കെ വേണം കളിച്ച് ഈ കാര്യം പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ തുടങ്ങാം. അപ്പൊ അവര് പാടി തരും. 2, 3, 4 വർഷമൊക്കെ പാടിക്കും ചിലര്. എന്നിട്ട് അതിൽ ദി ബെസ്റ്റ് അവർ നോക്കിയെടുക്കും. അങ്ങനെയൊക്കെയാണല്ലോ ഇപ്പോഴത്തെ ടെക്നോളജി. അതില് ഒരു അരമണിക്കൂറിനുള്ളൊക്കെ ഒരു പാട്ട് ഫുൾ ആയിട്ട് ഞാൻ പാടും. അത്രയും അത്ഭുതകരമായിട്ടുള്ള പാട്ടുകളൊന്നും ഇപ്പൊ ഉണ്ടാവണില്ലല്ലോ. അങ്ങനെയൊന്നും കേട്ട് മനസ്സിലാക്കി പഠിക്കാൻ ഭയങ്കര ടഫാണ് കേട്ടോ. അങ്ങനെയുള്ള പാട്ടുകളല്ല, സിമ്പിളായിട്ട് എല്ലാവർക്കും ഫോളോ ചെയ്യാവുന്ന തരത്തിലുള്ള പാട്ടല്ല വരുന്നത്. നമുക്കൊക്കെ എങ്ങനെ വെച്ചാൽ പാട്ടുണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടേതായിട്ടുള്ള പാറ്റേണിൽ നിൽക്കും. വേറൊരു ഫ്രൈസോ വേറൊരു ഏതെങ്കിലും കക്ഷിയുടെ പാറ്റേണോ അതിന്റെ റിസംബ്ലൻസ് ഒന്നും വരില്ല. ഇല്ലാതെ ഒറിജിനാലിറ്റി ഉണ്ടാവും. അതിങ്ങനെ വന്നു കഴിഞ്ഞാലേ നമ്മളത് തന്നെ അത് കേട്ട് പഠിച്ചിട്ടേ പാടാൻ പറ്റുള്ളൂ. കൃത്യമായിട്ട് ഞാൻ പാടി കൊടുക്കും. അവർക്ക് നല്ല ബോധ്യം. എല്ലാവരും മാഷ് പാടുന്ന വഴി ഞങ്ങൾക്ക് എന്തായാലും പറ്റില്ല, ട്യൂണൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവും പാടും. പക്ഷെ അതേ പറ്റുമെന്ന് പറയും. എല്ലാവരും പറയും, നിരന്തരം പറയുന്നല്ല, എല്ലാവരും പറഞ്ഞ ടൈം. ഏതൊരു പ്ലേബാക്ക് സിംഗറും അത് വിദ്യാധരൻ മാസ്റ്ററിന് വേണ്ടിയിട്ട് പാടാൻ വന്നു കഴിഞ്ഞാൽ 2 മണിക്കൂർ പാടുന്ന പാട്ട് 3, 4 മണിക്കൂറൊക്കെ എടുത്ത ഡബിൾ ടൈം എടുത്താണ് പാടുന്നതെന്ന് കേട്ടിട്ടുണ്ട്. അത് പെർഫെക്ഷനോട് കൂടെ പാടിയിട്ടേ പോവാറുള്ളൂ. അപ്പൊ പാടി പഠിച്ചിട്ട് ഞാൻ വിടുള്ളൂ. പറ്റില്ല. അതെ, ആ കാര്യത്തിൽ സ്ട്രിക്റ്റ് ആണ് അല്ലേ? സ്ട്രിക്റ്റ് ആണ്. അത് അങ്ങനെ മതിയെന്ന് തോന്നിയിട്ട് ശരി അങ്ങനെ ആയിക്കോന്ന് പറയില്ല. അത് അവർക്കൊന്നും ഇംപ്രവൈസ് ചെയ്തൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പഴുതുണ്ടാവില്ല അവിടെ അത് ചേർക്കാൻ. അങ്ങനെ ഫില്ലായിട്ടൊന്നും മെലഡി വരാ. പിന്നെ അവന്റെ ഭാഗം അല്ലെങ്കിൽ അവളുടെ ഭാഗം ഒന്നും ചെയ്യാനില്ല എന്നർത്ഥം. അത്രയും പെർഫെക്ഷനോട് കൂടി ആയിരിക്കും മാസ്റ്റർ അത് ചെയ്യുന്നുണ്ടാവുക. ഒരു മെലഡി എന്ന് പറയുന്ന മോളെ ശരീരം, ഒരു ശരീരത്തിന്റെ വെടിപ്പും വൃത്തിയും കേൾവിക്കാർക്ക് ഒരു സുഖത്തിലൊരു സാധനം സൗന്ദര്യപൂർവ്വം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ശരീരം എന്ന് പറയുന്നത് പോലെ ഒരു മെലഡി, ഒരു പാട്ട്, ശരീരം. ആ പാട്ടാണ് നിൽക്കേണ്ടത്. അത് സൗന്ദര്യമുള്ള പാട്ടാവും. അപ്പൊ അതിന് എന്ത് ഉടുപടകളാണെങ്കിലും സൗന്ദര്യം. ആ സൗന്ദര്യത്തിന് ചേരുന്ന ഉടുപടി ഇടാൻ പാടുള്ളൂ. അതാണ് ശരീരം, അതാണ് മെലഡി, അതാണ് പാട്ട്. അത് ദാസേട്ടനോട് എന്റെ പാട്ടിനെ കുറിച്ച് തന്നെ കഴിഞ്ഞ പറഞ്ഞാണ് ദാസേട്ടന്റെ അഭിപ്രായമുണ്ട്. വിദ്യാധരൻ മാസ്റ്റർ പാട്ടുകള് പഠിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ പഠിച്ചെടുത്താല് ഏത് വേദിയിലും ഏത് കച്ചേരിയിലും സുഖമായിട്ട് പോയി ഒരു സംഗീത ഉപകരണത്തിന് അകമ്പടി ഇല്ലാണ്ട് പാടാം. അതിന് വേണ്ടി സത്യത്തോടെ സുഖമായിട്ട് പാടാം. താളൊപ്പിച്ച് കൃത്യമായിട്ട് പാടിയാ പാടാം. അങ്ങനെ അർത്ഥം. ഏത് തരത്തിലുള്ള വരികൾ കിട്ടിക്കഴിഞ്ഞാലും വിദ്യാധരൻ മാസ്റ്ററിന് അതിനൊരു സൂപ്പർബ് ആയിട്ടുള്ള പാട്ടാക്കി മാറ്റാൻ പറ്റും. അത് തന്നെയാണ് മാസ്റ്ററിനെ കുറിച്ച് പറയുന്ന മറ്റൊരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ. നേരത്തെ നമ്മൾ പറഞ്ഞു പോയൊരു പോയിന്റിൽ നിന്ന് തന്നെ ഇപ്പോഴത്തെ കാലത്ത് പഴയ പോലെയല്ല, ഇപ്പൊ കുറെ കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. ഇപ്പം ടഫ് സോങ്സ് ഇല്ല, അല്ലെങ്കിൽ ഇപ്പൊ മ്യൂസിക് ചെയ്തതിന് ശേഷമാണ് ലിറിക്സ് തന്നെ പലതിനും എഴുതുന്നത്. അപ്പൊ അതിനോടുള്ള മാസ്റ്ററിന്റെ ഒരു അഭിപ്രായം എന്താണ്? അല്ല, അത് നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ടാകുന്നത് എഴുതി കിട്ടി ചെയ്യുമ്പോഴാണ്. ഒരു എഴുതിയിട്ടുള്ള സാഹിത്യത്തെ നമ്മൾ അതിന്റെ ഉള്ളിൽ മനസ്സിലാക്കിയിട്ട് അത് മീറ്ററും മാറ്ററും കറക്റ്റ് ആണോ എന്നൊക്കെ നോക്കിയിട്ടാണ് പാട്ടുണ്ടാക്കുക. മീറ്റർ ആൻഡ് മാറ്റർ എന്നൊരു പാട്ടിന് പറയാം. എന്ന് പറഞ്ഞാൽ മീറ്റർ എന്ന് പറയുന്നത് താളം, മാറ്റർ എന്ന് പറയുന്നത് ആശയം. വരികൾ അല്ലേ? വരികൾക്ക് ആശയം. അപ്പൊ മാറ്റർ എന്ന് പറഞ്ഞ ആശയവും മീറ്റർ എന്ന് പറഞ്ഞ താളം, അത് രണ്ടും ചേർന്നതാണ് ഒരു പാട്ട്. അത് കൃത്യമായിട്ട്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതാണ് സുഖം. നേരെ മറിച്ച് ഒരു പാട്ടിന് ഒരു ലവ് സോങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേക സിറ്റുവേഷനിലേക്ക് ഒരു ട്യൂൺ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ആ ട്യൂണ് അതിലേക്ക് ചേരുന്ന ഒരു ട്യൂൺ ഉണ്ടാക്കിയാൽ അതിനെ എഴുതാം. എഴുത്തുകാർക്ക് ഭംഗിയായിട്ട് എഴുതി പിടിപ്പിക്കാൻ പറ്റും. അങ്ങനെ ഒരു കാലഘട്ടമാണല്ലോ ഇപ്പോ. ആ കുഴപ്പമുണ്ടാവില്ല. വൃത്തിയായിട്ട് നല്ല ട്യൂണ് കൊടുത്തു കഴിഞ്ഞാൽ ആ ആശയത്തിനനുസരിച്ച് ട്യൂൺ ഉണ്ടെങ്കിൽ പേശായിട്ട് അതൊരു പാട്ട്. പാടുവാനേ വന്നിട്ട് പടിവാതിൽക്ക് നമ്മൾ ട്യൂണാ. പാടുവാനേ വന്നിട്ട് പടിവാതിൽക്ക് നല്ല ട്യൂണ് ലാല ലാല പറഞ്ഞ് ട്യൂൺ ഉണ്ടാക്കി കൊടുത്തിട്ട് ഓയിൽ സാറ് പോയി എഴുതി കൊടുത്താ. പുതിയ അറിവാണ്.
അത് പാടുവാനായി വന്നു നിന്റെ പടിവാതിൽക്കൽ പദങ്ങൾ പൂക്കൾ തോറും ലാസ്യമാടുമ്പോൾ ഏതു രാഗം ശ്രുതി താളം എന്നതോർക്കാതെ ഞാൻ വീടയിൽ പൊന്നിയ പാകി നീട്ടിടുന്ന ട്യൂണ് എഴുതി കിട്ടിയിട്ട് ചെയ്ത മാതിരി തോന്നുള്ളൂ. അപ്പൊ ഇതും ചെയ്തിട്ടുണ്ട്, ഇതല്ലാത്ത ചെയ്തിട്ടുണ്ട്. എല്ലാ തലമുറയിലേക്കും 3 തലമുറയുടെ കാര്യം ചെയ്തിട്ട് ഒരാളെന്നുള്ള എനിക്ക് എനിക്കതിലൊരു അത്ഭുതങ്ങൾ തോന്നാറില്ല. ഇതൊക്കെ സാഹചര്യങ്ങൾ അനുസരിച്ചൊക്കെ മാറ്റങ്ങൾ വരും. ജനങ്ങളുടെ ടേസ്റ്റ് എന്താണോ ആ ടേസ്റ്റ് അനുസരിച്ച് നമ്മൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ഒത്തുപോകുക. തീർച്ചയായിട്ടും. മാസ്റ്ററിന്റെ പാട്ടുകള് ഇപ്പൊ സാധാരണഗതിയിൽ പാട്ടുകളിൽ ഉപയോഗിക്കുന്ന രാഗങ്ങളൊന്നും അല്ലാണ്ട് വളരെ അൺകോമൺ ആയിട്ടുള്ള രാഗങ്ങളാണ് മാഷിന്റെ പാട്ടുകളിൽ കൂടുതൽ നമ്മൾ കണ്ടുവരുന്നത്. അത് മാഷ് ഡെലിബറേറ്റ്ലി മനഃപൂർവ്വം ചെയ്യുന്ന ഒരു കാര്യമാണ്, അത് ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്നതാണ്? അങ്ങനെയല്ല. അതിപ്പോ എല്ലാവരും സർവ്വസാധാരണ 72 മേളക്കർത്ത രാഗങ്ങളുണ്ട് കർണാടക സംഗീതത്തിലെ. അപ്പൊ അതില് കേൾക്കാൻ കൊള്ളാവുന്നതും നമ്മൾ ജനകീയമായ രാഗമായിട്ട് പറയുമ്പോൾ ഒരു 10-25-30 രാഗം കഴിഞ്ഞാൽ പിന്നെ വളരെ ഗൗരവമായിട്ടുള്ള ഗഹനമായിട്ടുള്ള സാധനങ്ങളാണ്. അതൊന്നും ജനകീയമായിട്ട് രാഗം ജനങ്ങൾക്ക് സ്വീകാര്യമല്ല. കാരണം അങ്ങനത്തെ രാഗങ്ങൾ വെറുതെ സിനിമയ്ക്കോ ലളിതഗാനങ്ങൾക്കൊന്നും ആരും എടുക്കാറില്ല. കാലങ്ങളോളമായിട്ട് കേട്ടോണ്ടിരിക്കുന്ന പാട്ടുകൾ ഒരു 10-20-30 രാഗങ്ങളുള്ളൂ. അതുകൊണ്ടാണ് അത് കോമൺ ആയിട്ട് നമ്മൾ കേൾക്കുന്നത്. അത് കോമൺ ആയിട്ട് കേൾക്കുമ്പോ മോഹനം എന്ന് പറഞ്ഞാൽ 48 വട്ടം ആ രാഗത്തിൽ ജയരാമൻ ഉണ്ടാക്കിയിട്ടുണ്ട്, അർജുന പാട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് 10 വട്ടം, ഞാനുണ്ടാക്കിയിട്ട് 8 വട്ടം. അങ്ങനെ ഓരോരുത്തരും ആ രാഗത്തിന് MS ഉണ്ടാക്കിയിട്ട് എത്ര ആൾക്കാർ. അപ്പൊ അങ്ങനെ പറയുമ്പോ ജനകീയമായി ജനങ്ങളുടെ ഉള്ളില് എല്ലാവരും സംഗീതം പഠിച്ചവരല്ലല്ലോ. ഇറ്റാൻഡ് എന്ന് പറയുന്നത് ജന്മസിദ്ധമായിട്ട് നമ്മളിൽ ഒന്ന് ചേരുന്ന ഒരു വിഷയമായതുകൊണ്ട് എന്താണെങ്കിലും അങ്ങനെ കേൾവിക്കാർക്ക് സുഖം ഉണ്ടാവുന്നത് ഏതാണോ അതാണ് ജനകീയം. അപ്പൊ അങ്ങനെ വരുമ്പോ കാപ്പി, കല്യാണി, സിന്ധുവരി, എന്റെ ബിഹാക്ക്, കല്യാണി, അബ്സദിനി, ഹിന്ദോളം, ഇതൊക്കെ ജനകീയമായ രാഗങ്ങള് കുറെ കാലങ്ങൾ കേൾക്കുന്നതാ. അല്ലാത്ത ഒരുപാട് രാഗങ്ങള് ചിലപ്പോ നമുക്ക് കേൾവിക്കാർക്ക് അത്ര സുഖിക്കില്ല. അതാണ്. അങ്ങനെയാണ് പാട്ടുകളൊക്കെ നിലനിൽക്കുന്നതാണ് എത്ര കാലമായിട്ട്. ബുക്കിനൊക്കെ എത്ര പാട്ടാണ് പഹാടി അതേമാതിരി കുറെ രാഗങ്ങൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മുടെ മലയാളത്തിന്റെ, നമ്മുടെ കർണാടക സംഗീതത്തിന്റെ ഇതിലും കുറെ ഉണ്ട്. മാസ്റ്റർ എന്തായാലും താങ്ക് യു സോ മച്ച്. ശരിട്ടാ. ഓക്കെ.